ആമുഖത്തിൽ സ്വാമിജി പറഞ്ഞു, നിത്യാനന്ദ സ്വാമിയുടെ ജന്മദേശമാണ് നടുവണ്ണൂർ എന്നത്. നടുവണ്ണൂരിലെ ബഹുഭൂരിപക്ഷം പേർക്കും നിത്യാനന്ദ സ്വാമിയെ കുറിച്ച് അറിയില്ല. അയ്യോ, അങ്ങനെ വരരുത്. ആരായിരുന്നു നിത്യാനന്ദ സ്വാമികൾ? നമുക്ക് ഭാരതത്തിൽ ലോകം മുഴുവൻ മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ മാത്രമൊന്നുമല്ല, ലോകം മുഴുവൻ തപസ്വികളായ എത്രയോ മഹാന്മാരുണ്ടായിട്ടുണ്ട്. എങ്കിലും ഭാരതത്തിന്റെ മഹത്വം അത്തരം മഹാത്മാക്കളെ ആദരിച്ചു എന്നുള്ളതാണ് ഭാരതത്തിന്റെ മഹത്വം. തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഭാരതത്തിന്റെ മഹത്വം. മഹാത്മാക്കൾ ഭാരതത്തിലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയരുത്. അവരെ തിരിച്ചറിഞ്ഞ ഒരു സാമൂഹ്യ പ്രജ്ഞ ഭാരതത്തിലേ ഉള്ളൂ. അങ്ങനെ ആചാര്യന്മാരുടെ, മഹാപുരുഷന്മാരുടെ, വിദ്വാൻമാരുടെ, അവധൂതന്മാരുടെ ഒരു വലിയ പരമ്പര തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാപുരുഷന്മാരിൽ വളരെയധികം ആദരിക്കപ്പെടുന്ന, മാനിക്കപ്പെടുന്ന ഒരു മഹാപുരുഷനാണ് നിത്യാനന്ദ സ്വാമികൾ. ഇവിടെ നടുവണ്ണൂരിൽ ജനിച്ചു. രാമൻ എന്നായിരുന്നു കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴുള്ള പേര്. വി ആർ കൃഷ്ണയ്യരുടെ അച്ഛന്റെ അച്ഛൻ ഈശ്വരയ്യരുടെ കൂടെ കൊച്ചുനാളിൽ തന്നെ ഒരു സേവക ഭാവത്തിൽ അദ്ദേഹം താമസിച്ചു. ആ അയ്യർ കുടുംബത്തിലെ സേവകനായിരുന്നെങ്കിലും വലിയ വാത്സല്യഭാജനം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരയ്യർ കാശിയിലേക്ക് യാത്ര പോയപ്പോ ബാലനായ രാമനെയും കൊണ്ടുപോയി. അവിടെ തിരിച്ചു വരുന്നില്ല എന്നാണ്, എനിക്ക് കാശിയിൽ തന്നെ കഴിയണമെന്നാ പറഞ്ഞത്. അത് പറ്റില്ല, പോയേ മതിയാവും, തിരിച്ചു പോയേ മതിയാവൂ എന്നുള്ള സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി തിരിച്ചു വന്നെങ്കിൽ ഏറെ താമസിയാതെ അദ്ദേഹം സ്ഥലം വിട്ടു. ഭാരതത്തിൽ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ കാലഘട്ടത്തെക്കുറിച്ച് ഏറെ പേർക്ക് അറിയില്ല. പിന്നീട് അവധൂതനായി ഒരു സിദ്ധ മഹാത്മാവായി നിത്യാനന്ദ സ്വാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷനായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം പലപ്പോഴും കൊയിലാണ്ടി വഴി നടുവണ്ണൂരിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഈ അവധൂതാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സിദ്ധ മഹാത്മാവായി അറിയപ്പെട്ട ശേഷവും അദ്ദേഹം നടുവണ്ണൂരിൽ വന്നിരുന്നു. കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദീർഘകാലം തപസ് ചെയ്ത സ്ഥലം കാഞ്ഞങ്ങാട് ഗുരുവനം എന്നുള്ള സ്ഥലത്താണ്. അങ്ങനെ ഗുരുവനത്തെ തപസ്സിന് ശേഷം പല അത്ഭുത സിദ്ധികളും അദ്ദേഹം പ്രദർശിപ്പിക്കുകയും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ മഹിമ മനസ്സിലാക്കി കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്കിന് അടുത്തുള്ള വലിയൊരു സ്ഥലം നിത്യാനന്ദ ആശ്രമം സ്ഥാപിക്കാൻ നൽകുകയും ചെയ്തു. അങ്ങനെ കാഞ്ഞങ്ങാട് നിത്യാനന്ദ സ്വാമികൾ തന്നെ സ്ഥാപിച്ച ആശ്രമം നമുക്കിന്നും പോയി കാണാം. പലതരം വിഭൂതികളും അദ്ദേഹം പ്രദർശിപ്പിച്ചു. അത്ഭുതകരമായി പല സിദ്ധിവിശേഷങ്ങൾ, അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ വളരെ ദീർഘമാകും. സ്വന്തം കൈകൊണ്ടും നേതൃത്വത്തിലും വലിയൊരു ഗുഹാ സമുച്ചയം അവിടെ അദ്ദേഹം പണിതിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണേണ്ടതാണ്. പിന്നീട് അവിടുന്ന് അദ്ദേഹം വിട്ടുപോയി. പല സ്ഥലത്ത് സഞ്ചരിച്ച് മഹാരാഷ്ട്രയില് വജ്രേശ്വരിയിലാണ് വലിയൊരാശ്രമം സ്ഥാപിച്ചത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം. വജ്രേശ്വരി ഇന്ന് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിത്യാനന്ദ സ്വാമികളുടെ ആ സമാധി സ്ഥലത്തേക്ക്
ജനങ്ങൾ പ്രവഹിക്കുകയാണ്. ഒരുപാട് ജീവിതങ്ങൾ അദ്ദേഹം മാറ്റിമറിച്ചു. എത്രയോ അധാർമികമായ വൃത്തിയിൽ കഴിഞ്ഞവരെ ധാർമ്മികതയിലേക്ക് ഉയർത്തി. നിഷേധികളായിരുന്ന പലരെയും ഈശ്വരാന്വേഷണത്തിന്റെ പാതയിലേക്ക് ഉയർത്തി. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഇന്നും മിക്കവാറും കടകളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നിത്യാനന്ദ സ്വാമിയുടെ വലിയ ചിത്രം കാണാൻ പറ്റും. അതത്ര ആദരിച്ചുകൊണ്ടാണ് നിത്യാനന്ദ സ്വാമിയെ കാണുന്നത്. പിന്നീട് വജ്രേശ്വരിയെ തുടർന്ന് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും നിത്യാനന്ദ സ്വാമിയുടെ പേരിൽ പലരും ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകിയവർ. അങ്ങനെ അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകിയ ഒരു ഭക്തനാണ് നടുവണ്ണൂരിലും സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. നേരിട്ട് നിത്യാനന്ദ സ്വാമിയായി ബന്ധപ്പെട്ട് ദീർഘകാലം പ്രവർത്തിച്ച, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് തൻ്റെ ജീവിതം നന്നായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഒരു പല ആശ്രമങ്ങൾ, കൊയിലാണ്ടി ആശ്രമമുണ്ട്, ഉപ്പളയുണ്ട്. തൊള്ളായിരത്തി 60കളുടെ ആദ്യഘട്ടത്തിലാണ് ശരീരം ഉപേക്ഷിക്കുന്നത്.